ആ മോനെ, ഈ ഡ്രസ്സ് സന്തോഷായി. ഓ, എത്ര നാളായി ഒരു കല്യാണത്തിന് കൂടിയിട്ടുണ്ട്. ഇന്നേതായാലും എന്റെ മക്കൾക്ക് എന്നെ കൂട്ടിയിട്ട് കൊണ്ടുപോകാൻ തോന്നുന്നല്ലോ. സന്തോഷായി. ഞാൻ റെഡിയാവും. ഇപ്പൊ വയ്യെങ്കിലും ഒരു മംഗളകാര്യല്ലേ. പോവാം. ശരി മോനെ. ആയിക്കോട്ടെ. കൊച്ചുമകളൊക്കെ കൂട്ടുന്നില്ലേ? മക്കൾ വരുന്നില്ലേ? ഇന്ന് അച്ചാച്ചൻ വരുന്നുണ്ട് കേട്ടോ. ആ ആ ശരി. ഓ, ഇനിയിപ്പോ നിങ്ങൾക്കൊന്നും എന്നെ ഇവിടെ വന്നാൽ കാണാൻ പറ്റില്ല കേട്ടോ. എന്താന്ന്, ഞാനിന്ന് ഇവിടുന്ന് താളം മാറുക. എവിടെയാണെന്ന് അറിയണ്ടേ? നമ്മുടെ കുറെ കൂട്ടുകാരുണ്ട് അവിടെ. അവരുടെ അടുത്തേക്ക് ഞാൻ പോകുന്നു. അതെ, വൃദ്ധസദനം. നാളെ മുതല് കുമാര എന്നെ കാണണമെങ്കിൽ അവിടെ വന്നാൽ മതി കേട്ടോ. അതാണ്. സാധാരണ നമ്മള് ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉപകാരം കഴിഞ്ഞാൽ വലിച്ചെറിയില്ലേ, അതുപോലെയാണ് ഇന്നിപ്പോ രക്ഷിതാക്കളുടെ ഉപകാരം കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം വൃദ്ധസദനത്തിൽ. ഇവർക്കും വരും വാർദ്ധക്യമൊക്കെ. അന്നേരം വിളി കേൾക്കുന്നില്ലേ? ഇവര് കൊണ്ടുവന്നാക്കും ഇവരെ വൃദ്ധസദനത്തിൽ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്നെപ്പോൾ ദുഃഖം അനുഭവിക്കുന്നവരുടെ കൂടെ ഇനിയുള്ള കാലം. ഇവരെ 10 പൈസ ഞാനോ അതൊന്നും ഞാൻ വാങ്ങില്ല. പട്ടിണി കിടന്നാൽ മതി. ഏടോ, അതൊന്നും വേണ്ടല്ലോ. അച്ഛനെ വലിച്ചെറിയുന്ന മക്കളുടെ പൈസയാണ് കാര്യം. അകല് മന്ദിരത്തിന് ഒന്നും അറിയാതെ ഉണ്ട് സഹായിക്കുന്ന പാവങ്ങളുണ്ട്. അവരുടെ പൈസ മതി. എന്താ കഥ?